ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഗൈസ്, നമ്മളെ V3 ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ആണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നാളായി. ഇതിൻ്റെ ഗ്ലാസ് ഇളവി കേട്ടോ. ഇത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പം കിട്ടിയൊരു പണിയാണ് ഈ ഗ്ലാസ് കേട്ടോ. വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ മേടിച്ച് ഇതിനൊക്കെ പൈസയൊക്കെ കൊടുത്ത് ഇത്രയും വലിയ സാധനമൊക്കെ മേടിച്ച് വെക്കുന്നത് എല്ലാവർക്കും കിട്ടുന്ന പണിയാണ്. കാര്യം, ഞാൻ ഒരു ഉത്സവത്തിന് പോയപ്പോൾ സ്ഥലം ഇവിടെ ഉള്ളവർക്കൊക്കെ പറഞ്ഞ മനസ്സിലും നമ്മളെ തൃമ്പല്ലൂർ നടയിൽ, വർക്കല തൃമ്പല്ലൂർ നടയിൽ ഇതിനൊക്കെ ഉത്സവത്തിന് പോയപ്പോഴത്തേക്ക് അവിടെ ഞാൻ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിനകത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പം കുറച്ച് പിള്ളേർ എൻ്റെ വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുന്നതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാറൊന്നുമില്ല. സംഭവം ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ, പിള്ളേരെ ആഗ്രഹം കാണുമല്ലോ. എനിക്കും പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഈ വണ്ടി ഇല്ലാത്ത സമയത്ത് വേറെ വണ്ടി യൂസ് ചെയ്യുന്ന ടീമുകളൊക്കെ വണ്ടി ഇതിനകത്ത് കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഞാനും കയറി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ വരുന്ന കണ്ട് വണ്ടി എടുക്കാനായിട്ട് വന്നപ്പോൾ അവരെല്ലാം വണ്ടി കയറി പോവുകയും ചെയ്തു. അതിലൊരു പയ്യന് ഇതേ സെയിം കളർ V3 ഉണ്ട്. അവനെ എനിക്ക് അറിയുകയും ചെയ്യാം, പക്ഷെ അവൻ എന്നെ അറിഞ്ഞൂടാ. അവൻ്റെ വീട് സ്ഥലങ്ങളെല്ലാം എനിക്കറിയായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മളെ മാറ്ററിലോട്ട് വരാം. അപ്പോൾ ആ പിള്ളേരൊക്കെ എണീറ്റ് പോയതിന് ശേഷം ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഗ്ലാസ് ഇങ്ങനെ ഊരി ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ആ ടൈമിൽ. സംഭവം അവന്മാർ ഇതിൽ നിന്ന് ഊരി അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ഇതിൽ ഉയരമുള്ളതുകൊണ്ട് അത് കട്ട് ചെയ്യാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല. ആ ടൈമിന് ഞാൻ തിരിച്ചു വന്നു, അതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. പക്ഷേ ഇവർ ഊരിയപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്നേ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, പൊട്ടി പോയിരുന്നുണ്ടോ, ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പിള്ളേരന്മാരോട് എനിക്ക് പറയാനുള്ളത്, എടാ, നിന്നെ കണക്ക് നമ്മളും ഇതിനൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഒക്കെ തന്നെയാണ് ഈ സാധനം മേടിച്ച് വണ്ടിയിലോട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിനൊക്കെ വന്നിരുന്ന് പൊട്ടിച്ചൊക്കെ കളയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു വിഷമം അറിയണമെങ്കിൽ നീയൊക്കെ ഇതിനൊക്കെ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വണ്ടിയിൽ ഓരോ സാധനം മേടിച്ച് വെക്കുമ്പോഴത്തേക്ക് അത് ഓരോരുത്തരും അതിങ്ങനെ പൊട്ടിച്ച് കളയുമ്പോഴത്തേക്ക് നിനക്കൊക്കെ അതിൻ്റെ വില അറിയത്തുള്ളൂ. അപ്പോഴേ ആ ഒരു പെയിൻ എന്താണെന്ന് നിനക്കൊക്കെ വരത്തുള്ളൂ. അത് കുഴപ്പമില്ല. തൽക്കാലം ഞാൻ വേറെ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, വിട്ടോട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞ് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ കൈ ഇന്നലെ കിട്ടിയൊരു പണിയാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷം മുറിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കരുത്. ഇന്നലെ ഞാൻ ഇവിടെ കിടന്നിട്ട് എൻ്റെ ബെഡിൽ കിടന്നിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ജനലിൽ ഈ മഴയും കാര്യങ്ങളും തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കാണ്ട് ഇങ്ങനെ ജാമായി കഴിഞ്ഞാൽ പിന്നെ ഇത് തുറക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്കൊരു ഫോൺ കോൾ വന്ന് ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് ഇത് തള്ളി തുറക്കാൻ ശ്രമിച്ചു. ആദ്യമേ ഞാൻ ഈ പലകയിലാണ് തള്ളി തുറക്കാൻ ശ്രമിച്ചത്. അത് നടക്കാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് തള്ളിയപ്പോഴത്തേക്ക് ഗ്ലാസ് പൊട്ടിയിട്ട് കൈ കയറിയിട്ടുണ്ട്. വേറൊന്നുമില്ല, ഒരു 9 സ്റ്റിച്ച് കിടപ്പുണ്ട്. ആ സമയത്ത് ഇവിടെ ആരും ഇല്ലായിരുന്നു. ബ്ലഡ്, ഞാൻ ചെറിയ മുറിവാണെന്നും പറഞ്ഞിട്ട് ബ്ലഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനായിട്ട് നിന്നു. പക്ഷേ ബ്ലഡ് നിന്നില്ല. എനിക്ക് തോന്നുന്നു വെയിൻ കട്ടായെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അമ്മേനെ വിളിച്ചു വരുത്തി പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോകാണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷം 1.5 വർഷം കയറ്റി വീട്ടിനകത്ത് വെച്ചിരുന്ന വണ്ടിയാണ്. അപ്പോൾ വന്നതിന് ശേഷം ഓയിൽ ചേഞ്ച്, സർവീസ് ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് വന്ന് ഉടനെ ഒരു ബാറ്ററി മാറിയിട്ടുണ്ടായിരുന്നു, പുതിയൊരു ബാറ്ററി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാറ്ററി മേടിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇറക്കി ഇവിടെ ഇട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പം എനിക്ക് ഈ വണ്ടിയുടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ സൗണ്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വണ്ടി യൂസ് ചെയ്യണമെന്ന്
ഉള്ളൊരു മൈൻഡ് എനിക്ക് കാര്യത്തില്ല. എത്രയും പെട്ടെന്ന് ഷോറൂമിൽ കയറ്റി അത് റെഡിയാക്കണം എന്നുള്ളൊരു മൈൻഡായിരിക്കും വരുന്നത്. എനിക്ക് അങ്ങനെയാണ്. ഇനി ഇങ്ങനെയുള്ള വണ്ടി ഉള്ളവർക്ക് അറിയാൻ പറ്റും. ഇനി എന്നെ കാണാമെന്ന് അറിയത്തില്ല. ഈ ചെയിനടിയും പിന്നെ ഈ സർവീസിൻ്റെ ടൈം കഴിയുമ്പോഴത്തേക്ക് എൻജിൻ്റെ സൈഡിൽ നിന്നൊരു ചെറിയ സൗണ്ട് വരും. അത് ആ സർവീസ് ചെയ്യുമ്പോൾ അതങ്ങ് മാറും. അങ്ങനെയാണ് സാധാരണ ഈ വണ്ടിക്ക് വരുന്ന പണി. അപ്പോൾ ഈ ചെയിനടി വന്നാലും എനിക്ക് ഭയങ്കര എന്താ ഒരു ഡിസ്റ്റർബൻസാണ്. വണ്ടി ഓടിക്കാനേ തോന്നത്തില്ല. ഞാൻ അപ്പോഴേ കൊണ്ടുപോയി ചെയിൻ ചെയ്യും. അതുകണക്ക് തന്നെ എൻജിൻ്റെ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്നൊരു കിറ്റിൻ്റെ സൗണ്ട് എന്താണെന്ന് അറിയത്തില്ല. സർവീസ് ചെയ്യുമ്പോൾ മാറുന്നതാണ്. കയ്യാ എന്നാ പറഞ്ഞു പറ. അപ്പുറത്തെ പയ്യനാണ് കേട്ടോ. അവിടെ പുതിയൊരു വീടാണ്. ഞാൻ പോണതിന് മുമ്പ് അവിടെ ആ ഒരു വീടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിനൊക്കിപ്പം സൗണ്ടും കാര്യങ്ങളായി വന്നിരിക്കുകയാണ്. അപ്പം ഓയിൽ ചേഞ്ച്, സർവീസ്, പിന്നെ കൂളൻ്റ് ചേഞ്ച്, പിന്നെ വണ്ടി എടുത്തിട്ട് ഇപ്പം ഏകദേശം ഒരു 3 വർഷമായെന്ന് 3 വർഷമാകും. 3.5 വർഷമാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിൻ്റെ കോണും പാളും നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ഷോറൂമിൽ തിരക്കിയപ്പോൾ ഇതിൻ്റെ കോണും പാളും പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് ഈ 3.5 വർഷത്തിൽ ഇപ്പോഴാണ് കോണും പാളും കംപ്ലയിൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് മാറാണ്ട് അതുകൊണ്ട് ഞാൻ എടുക്കാതെ ഇങ്ങനെ മാറ്റി വീട്ടിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ വണ്ടി വെക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ നമ്മളെ സ്കൂട്ടി ഇരിപ്പുണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പഴുത്ത മാങ്ങ വീണു കേട്ടോ. നല്ല അടിപൊളി മാങ്ങ. കൈ ഫുള്ള് അഴുക്കും കാര്യങ്ങളുമാണ് കേട്ടോ. സാധാരണ ഞാൻ വാഹനം വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ കയറ്റാൻ പറ്റത്തില്ല, സ്റ്റെപ്പായതുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെയാണ്. ഇത് അമ്മയുടെ വിലയാണ് കേട്ടോ. മഴ പെയ്തപ്പോഴത്തേക്ക് ടാർപ്പ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഓർഡർ കൊണ്ട് പറക്കി വെച്ചൊക്കെയാണ്. ഇവിടെയാണ് വയ്ക്കാറ്. കംപ്ലയിൻ്റ് ആയതിന് ശേഷം ഞാൻ നമ്മളെ വീടിൻ്റെ അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട് ബാക്ക് സൈഡിൽ വരെ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇതുണ്ടോ, അവിടെ ഒരു കാർ കിടക്കുന്നുണ്ടോ, അത് ഇവരൊക്കെ വീട്ടിലോട്ട് വരാനുള്ള വഴിയാണ്. അപ്പോൾ അതിലേക്ക് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് കിട്ടിയ പണി വേറെ ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്.